ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ഇന്ത്യയുടെ ദേശീയതയുടെ ആവിർഭാവത്തിന് കാരണമായതുപോലെ ഇന്ത്യയുടെ സാംസ്കാരിക രംഗത്ത് ബ്രിട്ടീഷുകാരുടെ ഇടപെടലും ഇന്ത്യയിൽ ദേശീയതയുടെ ആവിർഭാവത്തിന് അല്ലെങ്കിൽ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ട്. അത്തരത്തിൽ സാംസ്കാരിക രംഗത്തെ ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട ദേശീയതയാണ് നമ്മൾ സാംസ്കാരിക ദേശീയത അല്ലെങ്കിൽ കൾച്ചറൽ നാഷണാലിസം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിലാണ് ഈ പറഞ്ഞ സാംസ്കാരിക ദേശീയതയും ഇന്ത്യയിൽ രൂപപ്പെടുന്നത്. ഇന്ത്യയിലെ സംസ്കാരത്തിൻ്റെ വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക പരിഷ്കരണ രംഗത്ത്, പത്രങ്ങൾ, കലാ, സാഹിത്യം, ഈ രംഗങ്ങളിലെ ബ്രിട്ടീഷ് ഇടപെടലും നമ്മുടെ ചെറുത്തുനിൽപ്പുമാണ് ദേശീയതയ്ക്ക് വഴിയൊരുക്കുക. അതുകൊണ്ടാണ് അതിനെ സാംസ്കാരിക ദേശീയത എന്ന് വിളിക്കുന്നത്. സാംസ്കാരിക അധിനിവേശത്തിനെതിരെ എന്ന് വേണമെങ്കിൽ ഒരു പരിധി വരെ പറയാം. അതെ, അതാണ്. ഇവിടെ സാംസ്കാരിക രംഗത്തും രണ്ട് തരം പോരാട്ടങ്ങൾക്കാണ് ഇന്ത്യ അന്ന് സാക്ഷ്യം വഹിച്ചത്. ഒന്ന്, ഇന്ത്യയിൽ തന്നെ നിലനിന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയവയ്ക്കെതിരായ പോരാട്ടം. രണ്ട്, ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് പോരാട്ടം. ഈ രണ്ട് പോരാട്ടങ്ങൾ അന്നത്തെ ഇന്ത്യൻ സാംസ്കാരിക രംഗം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഇവിടെ ബ്രിട്ടീഷുകാർ ആദ്യം ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് അവരുടെ കൊളോണിയൽ ഭരണം ഇന്ത്യയുടെ സാംസ്കാരിക രംഗത്ത് ഇടപെടുകയാണ്. നമുക്കറിയാം, ഒരു പ്രദേശത്തെ നമുക്ക് അടക്കി ഭരിക്കാൻ ഏറ്റവും നല്ലത് ആ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം. ബ്രിട്ടീഷുകാർ പേർഷ്യയിലേക്ക് തർജ്ജമ ചെയ്ത ബുക്കുകൾ വീണ്ടും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തും മറ്റും കുറച്ച് ഇന്ത്യക്കാരെക്കുറിച്ച് മനസ്സിലാക്കി, ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്ത്യക്കാരെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി വില്യം ജോൺസ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. വാറൻ ഹേസ്റ്റിങ്സ് കൽക്കട്ട മദ്രസ സ്ഥാപിച്ചു. ജൊനാഥൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചു. ഈ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയിൽ അവർ ആരംഭിക്കുന്ന ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അറിയാനാണ്. ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ അവരുടെ ഭരണം ഇന്ത്യയിൽ കൂടുതൽ സുഗമമായി നടപ്പിലാക്കാൻ. പക്ഷേ എന്നിട്ടും അവർ വിചാരിച്ച പോലെ അവർക്ക് ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സാംസ്കാരിക വൈവിധ്യം. അതെ. അത് മാത്രമല്ല, അന്ന് ഇംഗ്ലണ്ടിൽ ഒരു വലിയ ആവശ്യം ഉയർന്നു. ഇന്ത്യയിൽ കൂടുതൽ ബ്രിട്ടീഷുകാർ ഇടപെടണം, ഇന്ത്യക്കാരിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇന്ത്യക്കാരിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്. മെക്കാളെ അദ്ദേഹം നടപ്പിലാക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും, അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മെക്കാളെ പ്രഭു. അപ്പോൾ അത്തരത്തിലെന്നും അവരോട് വിധേയത്വമുള്ള, സാംസ്കാരികമായ അവരോട് വിധേയത്വമുള്ള ഒരു തലമുറ ഇന്ത്യയിൽ ലഭിക്കുമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യയിലൊരു വിഭാഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ജനങ്ങൾ സ്വാതന്ത്ര്യം, യുക്തിചിന്ത, ശാസ്ത്രബോധം, ജനാധിപത്യം, സോഷ്യലിസം തുടങ്ങിയ ആധുനിക ആശയങ്ങൾ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യയിലൊരു വിഭാഗം ജനങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ ആധുനിക ആശയങ്ങൾ ഒരു വിഭാഗം പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഒരുപാട് അനാചാരങ്ങൾ നിലനിൽക്കുന്നു, അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ സമൂഹത്തെ ഉടനടി പരിഷ്കരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ കലാ, സാഹിത്യം, വിദ്യാഭ്യാസം, ഈ രംഗങ്ങളെല്ലാം നമ്മൾ പരിഷ്കരിക്കണം. അങ്ങനെ പരിഷ്കരിച്ചാൽ മാത്രമേ ബ്രിട്ടൻ്റെ ചൂഷണത്തിൽ നിന്ന് ഇന്ത്യ എന്ത് ചെയ്യാൻ പറ്റൂ, മോചിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ചൂഷണത്തിന് വിധേയമായത് എന്ന് ചോദിച്ചാൽ നമുക്ക് സാംസ്കാരികമായി നമ്മൾ കുറച്ച് പിന്നോക്കം പോയത് കൊണ്ടാണ് എന്ന ബോധം ഇന്ത്യക്കാരന് ഉണ്ടാക്കി കൊടുത്തത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമായിരുന്നു. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ ഒന്നിക്കണമെന്നും നമ്മുടെ സമൂഹത്തെ പരിഷ്കരിക്കണമെന്നും ഇന്ത്യയിൽ ഒരു വിഭാഗം ജനങ്ങൾ ചിന്തിക്കുകയാണ്. അങ്ങനെ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. അത്തരത്തിൽ ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യൻ ദേശീയതയ്ക്ക് വഴിയൊരുക്കുന്നൊരു ഘടകമായിട്ട് മാറുകയാണ്. അപ്പം യുക്തിചിന്തയും സ്വതന്ത്ര ചിന്തയും വളരുന്നതിന് കാരണമായി എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പിൽക്കാലത്ത് വളർന്നു വരികയുണ്ടായി. ഇതുമായി ബന്ധപ്പെടാം. സാമൂഹിക പരിഷ്കർത്താക്കൾ പലരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അപ്പോൾ ഇത്തരത്തിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലേക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളത്. രണ്ടെന്ന് പറഞ്ഞാൽ വിവേചനപരമായിട്ട്, അതായത് യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസവും വസ്ത്രവും യാത്ര നടക്കാനുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇന്ത്യയിൽ അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങളിൽ ഇനിയും മാറേണ്ടതുണ്ട് എന്ന് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ മനസ്സിലാക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക, എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസം കിട്ടുക, സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുക, അതോടൊപ്പം എല്ലാ വിഭാഗം ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളത്.
അപ്പോൾ അതിൽ എടുത്തു പറയാൻ പറ്റുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാജാറാം മോഹൻ റോയ്. അദ്ദേഹം സതി എന്ന് പറയുന്ന ഒരു അനാചാരത്തിനെതിരെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹം സ്ഥാപിച്ച ബ്രഹ്മസമാജം, അതുപോലെ ഈശ്വർചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ബംഗാളിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കുകയും, അപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ വിവാഹ നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തതാണ്. അല്ല വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടി പ്രയത്നിച്ച പണ്ഡിത രമാഭായ്, അല്ല വിവിധ പ്രസ്ഥാനങ്ങൾ പറഞ്ഞ് ആര്യസമാജം, ബ്രഹ്മസമാജം, പ്രാർത്ഥനാ സമാജം, ഹിതകാരുണ്യ സഭ തുടങ്ങിയ ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലും അവരുടെ പരിഷ്കരണ ശ്രമവും ഇന്ത്യയിൽ ദേശീയത വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നടത്തിയ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നു. ഉദാഹരണമായി നമുക്കറിയാം, രാജാറാം മോഹൻ റോയ് തന്നെ അദ്ദേഹം ഇന്ത്യയിൽ നിലനിന്ന അനാചാരമായ സതി നിർത്തലാക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരുപാട് സാമൂഹിക അനാചാരങ്ങൾ നിർത്തലാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സതിയായിരുന്നു. രണ്ടാമത് വിധവകളുടെ പുനർവിവാഹം നടപ്പിലാക്കുക, അത് രണ്ടാമത് അവർ നടപ്പിലാക്കിയതാണ്. പിന്നെ അടിമത്തം നിർത്തലാക്കുക, പിന്നെ അതുപോലെ തന്നെ ശൈശവ വിവാഹം നിർത്തലാക്കുക, പെൺശിശു ഹത്യ നിർത്തലാക്കുക, അതുപോലെ തന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവാഹം നിർത്തലാക്കുക. അപ്പൊ ഇത്തരത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ നിർത്തലാക്കുന്നതിന് ഇന്ത്യയിലെ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ ദേശീയത വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വർത്തമാന പത്രങ്ങളാണ്. കാരണം സാമൂഹ്യ പരിഷ്കരണ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച സമ്പദ് കൗമുദി അല്ലെങ്കിൽ മിറാത്തുൽ അക്ബർ തുടങ്ങിയുള്ള പത്രങ്ങൾ, അവിടെ ആ പത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പത്രങ്ങൾ ജനങ്ങളിലേക്ക് ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ, ഇന്ത്യയുടെ ഏത് കോണിൽ നടക്കുന്ന സംഭവങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആശയങ്ങൾ വന്നു. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ പ്രശ്നം, ഇന്ത്യയിൽ എവിടെയും സംഭവിക്കുന്ന പ്രശ്നം തൻ്റേതാണെന്ന് തോന്നൽ ഇന്ത്യക്കാരിൽ ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഐക്യബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വർത്തമാന പത്രങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ അനേകം പത്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്, പല ഭാഷകളിൽ പത്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജാറാം മോഹൻ റോയുടെ പത്രം, അപ്പം സാമൂഹ്യ പ്രശ്നങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള അസന്തുലിതമായിട്ടുള്ള അവസ്ഥകൾ, അസമത്വങ്ങൾ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ചൂഷണം, ഇവയെല്ലാം തന്നെ ഉണ്ട്. ഇങ്ങനെ ഈ വർത്തമാന പത്രങ്ങളുടെ സ്വാധീനം ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1878 പ്രാദേശിക ഭാഷാ നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കുന്നത്. പക്ഷേ ഈ വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയെങ്കിലും അനേകം പത്രങ്ങൾ അടച്ചുപൂട്ടിയെങ്കിലും പക്ഷേ ഈ വർത്തമാന പത്രങ്ങളുടെ സേവനം ഇന്ത്യൻ ദേശീയ സമരത്തിന്, ദേശീയത വളർത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ജനങ്ങളുടെ പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുണ്ട് വർത്തമാന പത്രങ്ങൾ ഉപയോഗിച്ചു. അതെ, വളരെ ഫലപ്രദമായൊരു ഇതായിട്ട് മാധ്യമമായിട്ട് പത്രങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പത്രത്തിലൂടെ ഒരു ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളൊരു പ്രശ്നം, ഇപ്പോൾ കാശ്മീരിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ബംഗാളിൽ സംഭവിക്കുന്ന ഒരു കർഷകൻ്റെ ദുരിതം മലയാളി വായിച്ചറിയുമ്പോൾ ഒരു മലയാളിയായ കർഷകൻ അത് തൻ്റെ ദുരന്തമായിട്ട്, തൻ്റെ പ്രശ്നമായിട്ട് മനസ്സിലാക്കും. അത് ബംഗാളിലെ കർഷകനെയും മലയാളിയായ കർഷകനെയും തമ്മിൽ അടുപ്പിക്കുകയാണ്. അത്തരത്തിൽ ഇന്ത്യയിലൊട്ടാകെ ഇവർക്കിടെ മനസ്സുകളിൽ രൂപപ്പെടുന്ന ഒരു വൈകാരികമായ ഐക്യമാണ് ദേശീയതയായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരത്തിലാണ് പത്രങ്ങളായാലും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായാലും ബ്രിട്ടൻ്റെ കൊളോണിയൽ ഭരണമായാലും ഇന്ത്യയിലൊരു സാംസ്കാരിക ദേശീയയുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ട് മാറുന്നത്. സംസ്കാരവും ദേശീയതയും സാമൂഹിക പരിഷ്കരണവും. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിധവ പുനർവിവാഹം നടപ്പിലാക്കുക, ശൈശവ വിവാഹം, പുരോഹിത മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും അറിയേണ്ടത് തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്താൻ അനിവാര്യമാണെന്ന് ബ്രിട്ടീഷുകാർ കരുതി. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനായി ബ്രിട്ടീഷുകാർ നിരവധി സ്ഥാപനങ്ങളുണ്ടാക്കി. ഇന്ത്യൻ ജനതയുടെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടാനായി ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം തുടങ്ങിയ നിരവധി ആശയങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി. അവർ ഇന്ത്യൻ സമൂഹത്തെ പരിഷ്കരിക്കാനും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കാനും അസമത്വങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിച്ചു. ഇത് ഇന്ത്യക്കാരിൽ ഐക്യബോധം സൃഷ്ടിച്ചു.
ഇന്ത്യൻ ജനങ്ങളിൽ വളർന്നുവന്ന ജനാധിപത്യ ബോധം, സ്വതന്ത്ര ചിന്ത തുടങ്ങിയ ആശയങ്ങൾ നിരവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. വിവിധ അനാചാരങ്ങളെ എതിർക്കുക, പൗരാവകാശങ്ങൾ നേടിയെടുക്കുക എന്നതായിരുന്നു ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനായി അവർ നിരവധി ആശയങ്ങൾ മുന്നോട്ട് വച്ചു. നിരവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പരിഷ്കർത്താക്കൾ രൂപം നൽകി. ഇവയുടെ പ്രവർത്തനഫലമായി ഇന്ത്യയിൽ നിലനിന്ന വിവിധ അനാചാരങ്ങളെ ബ്രിട്ടീഷുകാർ നിയമം മൂലം നിരോധിച്ചു. പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പരിഷ്കർത്താക്കൾ, ആശയങ്ങൾ. ആര്യസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ ജാതിവ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. അലിഗഡ് പ്രസ്ഥാനം, സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു. പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ് മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബെസന്റ് ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടു. ഹിതകാരിണി സമാജം, വീരേശലിംഗം വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി. സത്യശോധക് സമാജം, ജ്യോതിബ ഫുലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സ്വാഭിമാന പ്രസ്ഥാനം, ഇ വി രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള നടപടികൾ. 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തി. പെൺ ശിശുഹത്യ നിരോധിച്ചു. സതി നിരോധിച്ചു. വിധവ പുനർവിവാഹം നടപ്പിലാക്കി. അടിമത്തം നിരോധിച്ചു. ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. വർത്തമാന പത്രങ്ങൾ ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദേശീയ സമരകാലത്ത് ദേശീയ നേതാക്കൾ നിരവധി പത്രങ്ങൾക്ക് നേതൃത്വം നൽകി. ദേശീയ സമരകാലത്തെ പത്രങ്ങൾക്ക് നിരവധി ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈ ലക്ഷ്യങ്ങൾ നേടാൻ അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ നിരവധി കാര്യങ്ങൾ ചെയ്തിരുന്നു. വർത്തമാന പത്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനായി ബ്രിട്ടീഷുകാർ 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കി. ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് ഈ നിയമം പിൻവലിച്ചു.